സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഓപ്പൺ സ്പേസിൽ നമ്മളൊരു വാൾഡ്രോബ് സെറ്റ് ചെയ്യണതിൻ്റെ വർക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർക്ക് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ 1.25 സ്ക്വയറും അതുപോലെ ഫ്രെയിമും വെച്ചിട്ടാണ് നമ്മൾ ഈ വാർഡ്രോബ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണത്. ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് കാണാത്തവർക്ക് പോയി കാണാവുന്നതാണ്. ഈ വാർഡ്രോബിൻ്റെ തട്ടടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ 1 ഇഞ്ച് ലിപ്പ് സ്ക്വയറാണ്. അതുപോലെ ഇതിൽ PVC ലാമിനേറ്റ് ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കബോർഡ് നമ്മൾ ഷോപ്പിലിട്ടിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് സൈറ്റിൽ ഫിറ്റിംഗ് വർക്ക് മാത്രമാണ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് നമ്മൾ ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ സൈറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ 2 ഡ്രോവർ വരുന്നുണ്ട്. അതുപോലെ ഫുള്ളായിട്ടൊരു ഡോർ വരുന്നുണ്ട്, ഒരു മേക്കപ്പ് സ്റ്റാൻഡ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഇനി ഇത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഫുള്ളായിട്ടുള്ള മേക്കിംഗ് വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ മുന്നേ വാർഡ്രോബിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഫുൾ വർക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയാണ്. എന്നാൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ കബോർഡിൻ്റെ ഫ്രെയിമിന് വേണ്ടിയിട്ട് നമ്മൾ കളർ യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റാലിക്കിൽ വരുന്ന ഒരു SS-ൻ്റെ ചാമ്പ്യൻ കളറാണ്. PVC ലാമിനേറ്റ് ഷീറ്റ് കോഫി ബ്രൗൺ കളറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വർക്കിൽ ഹിഞ്ചസ് വരുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ വുഡിൻ്റെ റീപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡ്രോവറിൻ്റെ സ്ലൈഡർ വരുന്ന ഭാഗത്തും നമ്മൾ വുഡിൻ്റെ റീപ്പർ ഇട്ടിട്ടാണ് ഈ വർക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാറ്. ഈ ഫ്രെയിം ഫുള്ളായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/8 റിബിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് ഇവിടെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് സൈറ്റിൽ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളതും കൂടിയാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ ഷോപ്പിലെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി സൈറ്റിലെ സെറ്റിംഗ് വർക്കും കൂടിയും നമുക്ക് കാണാം. അപ്പോൾ ഇത് സൈറ്റിൽ നമ്മളൊരു കോർണറിലാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അവിടെ ഒരു പഴയൊരു കബോർഡ് വരുന്നുണ്ട്. അപ്പോൾ ആ കബോർഡ് നമുക്ക് ഊരി മാറ്റിയിട്ട് വേണം ഈ വാർഡ്രോബിനെ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ നല്ല വെയിറ്റ് ആയിട്ടുണ്ട് ഫ്രെയിം. നമ്മൾ PVCയുടെ ലാമിനേറ്റ് ഷീറ്റ് വെയിറ്റ് വരുന്ന ഷീറ്റാണ്. അപ്പോൾ ആ ഷീറ്റ് കൊണ്ട് വർക്ക് ചെയ്ത കാരണം കൊണ്ട് വാർഡ്രോബ് നല്ല വെയിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിൽ തന്നെ നമുക്കൊരു PVC ബാത്റൂം ഡോറും കൂടിയും സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ പഴയ കബോർഡ് നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്കിവിടെ ഈ വാർഡ്രോബിനെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്കിതിലേക്ക് L ടൈപ്പായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രെയിം ഒന്ന് ഊരി മാറ്റുകയാണ്. ഇവിടെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഉള്ള മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് നമുക്ക് അവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ബോർഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ വാർഡ്രോബ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വാർഡ്രോബിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ 4 ഇഞ്ചിൻ്റെ ഒരു സ്കേർട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആദ്യം അതൊന്ന് വെച്ച് നോക്കുകയാണ്. എന്നിട്ട് ഇത് വാർഡ്രോബിൻ്റെ അടിയിൽ പിടിപ്പിച്ചിട്ട് വേണം നമുക്കിവിടെ ഈ ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അളവും കൂടെ നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് ഈ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പം ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാർഡ്രോബ് നമ്മളിവിടെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആയതിന് ശേഷം നമുക്ക് ഈ സ്കേർട്ടിങ്ങും കൂടി ഇതിൻ്റെ അടിയിൽ കറക്റ്റ് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇതിവിടെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ വാർഡ്രോബിൻ്റെ ടോപ്പിലൊരു റാക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത അളവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിവിടെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി സൈഡത്തെ വർക്കും കൂടി നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സൈറ്റിലെ വർക്ക് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വർക്കിൽ നമ്മൾ 2 ഡ്രോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിററിന് താഴെയായിട്ടാണ് നമ്മളൊരു ഡ്രോവർ കൊടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഡോറിന് അകത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത വർക്ക് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഈ റൂമിൽ തന്നെ നമ്മൾ ഒരു PVCയുടെ ബാത്റൂം ഡോറും കൂടിയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഫാബ്രിക്കേഷൻ റിലേറ്റഡായ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു കണ്ടൻ്റായിട്ട് വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.